ഡി സതീശൻ മന്ത്രിസഭയിൽ രണ്ടാം നമ്പർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ശ്രീ കെ കുഞ്ഞാലിക്കുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ നമസ്കാരം. മിനിസ്റ്റർ, ഈ 10 വർഷത്തിന് ശേഷമാണ് പ്രതിപക്ഷമായിരുന്ന UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരികയാണ് മന്ത്രിസഭയിൽ. ഡി സതീശൻ UDF സർക്കാർ അധികാരത്തിലിരിക്കുന്നു. ഈ സത്യപ്രതിജ്ഞാ സമയത്ത് തന്നെ കണ്ടതാണ് ജനങ്ങളുടെ ഒരു ആവേശം. ശരിക്കും ആഘോഷപൂർവ്വമായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ പോലും. കാരണം അത്രയും ആവേശം ജനങ്ങൾക്ക് UDF സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നമ്മളെ വളരെയധികം റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. ഇന്ന് കണ്ടത് അതാണ്. അത് നിർവഹിച്ച് കൊടുക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. ശരിക്കും ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ക്ഷേമകരമായ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പോലും. അല്ല, അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അത് സംബന്ധിച്ചൊരു തീരുമാനം മുഖ്യമന്ത്രി ഇന്ന് തന്നെ ക്യാബിനറ്റ് കൊണ്ടുവന്ന് പാസ്സാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ശരിക്കും ഒരു ജനകീയ സർക്കാർ ആയിരിക്കും ഈ UDF സർക്കാർ എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ ആദ്യ ക്യാബിനറ്റിൽ വന്ന തീരുമാനം. ജനകീയ സർക്കാർ ആവാനല്ലേ ഏത് സർക്കാർ നോക്കുള്ളൂ. ഞങ്ങൾ അതിൽ വിജയിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. വിജയിക്കും എന്നാണ് കരുതുന്നത്. വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലും ഒക്കെ തന്നെയാണ് ആ സർക്കാർ ജനകീയ സർക്കാർ ആകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് മുസ്ലിം ലീഗ്, കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് മന്ത്രിമാരും സർക്കാരും ഒക്കെ തന്നെയും. സുനിലിനൊപ്പം അൻഫ്രി ഡിസൂസ.